ഇന്ന് നമ്മൾ ഇവിടെ ഇന്നലെ തുടങ്ങിയ പണിയാണ്. അപ്പോൾ ഇവിടെ ഒരു തറപ്പണിയാണ്. എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അതിനെപ്പറ്റി ആരും ഉണ്ടാവും. പണി എടുപ്പിച്ച ആൾക്കാർക്കൊരു ഏകദേശം ഒരു എന്തിട്ടും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, മൂല കാണിച്ചു തരാം, മൂലയുടെ അവിടുത്തെ ഹൈറ്റും കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ ഏകദേശം ഒരു 5 മൂല വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൂല വെച്ചിട്ടുള്ളത് അറിയോ, നല്ലോണം നീളല്ല മൂലയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കോത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഫൗണ്ടേഷനാണ് ശരിക്ക്, ഇത് മണ്ണിൽ പോണതാണ്. അപ്പോൾ അതെന്താണ് അങ്ങനെ വെക്കാൻ കാരണം വെച്ചാൽ ഇത് കുറച്ച് ഹൈറ്റ്, ഈ ബാക്ക് ഭാഗത്തും ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ മൂല വെച്ചിരിക്കുന്നത് ഒരു കല്ല് ഇങ്ങോട്ട് നീട്ടി കഴിഞ്ഞാൽ ഒരുപാട് നീളമുണ്ട്. ഏകദേശം 2 അടി 3 അടിയൊക്കെ നീളമുണ്ട്. 3 അടിൻ്റെ 3 അടിൻ്റെ മുകളിലൊക്കെ മൂല വെച്ചിട്ടുണ്ട്. അപ്പം മൂല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് ഇവിടെ കെട്ടിപ്പൊങ്ങുകൊണ്ട് അത്രയും വലിയ മൂല തന്നെ കൊടുക്കണം. കാരണം ഭാവിയിൽ തള്ളി പോകാൻ പാടില്ല. ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് നമുക്ക് തള്ളി മാറ്റാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരുപാട് മൂല എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു 13 ലോഡ് കല്ലായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു LCF മാത്രമേ കെട്ടിയിട്ടുള്ളൂ ഫൗണ്ടേഷൻ. അപ്പോൾ അതിന്ന് നമ്മൾ മൂലക്കല്ല് കിട്ടുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് ഈ മൂല ഇത്രയും ഹൈറ്റിൽ മൂല ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് കല്ല് കെട്ടണത്. അപ്പോൾ മൂല കെട്ടാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂല നമ്മൾ അതിൻ്റെ കന ഏകദേശം അരടി എന്നുണ്ടെങ്കിൽ ആ അരടിക്കുള്ള ജോഡിന് വെക്കും. മൂലയുടെ ജോഡി അരടിക്കന്നെ വെക്കും. അല്ലെങ്കിൽ അതിന് എന്തുണ്ടാവില്ല, കൊടുത്തുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യണത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇത് പടവർക്കൊക്കെ മനസ്സിലാവും, പക്ഷെ മറ്റുള്ള ഈ പണി എടുപ്പിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ എടുപ്പിക്കാനും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റും നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതിനാണിത് കാണിച്ചിരുന്നത്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു പാതകത്തിൻ്റെ ലെവലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അത് ആ ഒരു ലെവല് വരെ നമ്മളിവിടെ എന്ത് വേണം, ഇവിടെ സൈഡ് കെട്ടുമ്പാടെ വരും. സൈഡ് കെട്ട് വന്നുകൊണ്ട് അത് ഫില്ല് ചെയ്യും. പക്ഷെ അത് നമ്മൾ കണക്ക് കൂട്ടണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം. ഇവിടെ സൈഡ് കെട്ട് വന്ന് ഫില്ലാകുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ മൂല എന്നുള്ള കാര്യം നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യണത് അത് ചെയ്യണം. പിന്നെ സൈഡ് കെട്ട് വരുമ്പോൾ അത് ഫില്ലാകും, ഒന്നുകൂടി അടിപൊളിയായി ബലത്തിൽ കിടക്കും, അത് വേറെ കാര്യം, അത് വരുമ്പോൾ. പക്ഷെ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് കുറച്ച് ടൈം എടുത്താലും സൂപ്പറായിട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഷെയർ ചെയ്യാനാണ് അപ്പോൾ ഞങ്ങൾ. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗമാണത്. ഈ ബാക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു കുണ്ടുള്ള ഏരിയയാണ്. അവിടെ അതുപോലെ ഇതിൻ്റെ ഈ ഒരു പാതകത്തിൻ്റെ അതേ ലെവൽ നമുക്ക് ഇവിടെയും കെട്ടേണ്ടതുണ്ട്. ഇവിടെ ഏകദേശം ഒരു 6 അടി 7 അടിൻ്റെ ഒക്കെ ഹൈറ്റ് വരും. ഫൗണ്ടേഷനൊക്കെ 8 അടി 9 അടിയൊക്കെ വരും. അപ്പോൾ അതും കെട്ടുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതുപോലെ കെട്ടിട്ട് കഴിഞ്ഞാൽ ഫില്ലാകുള്ളൂ. പിന്നെ നമ്മളിവിടെ കെട്ടുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ആ ഒരു പാതകത്തിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ബാക്ക് ഭാഗം സ്ഥലം കംപ്ലീറ്റ് ഇവർ തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ കെട്ടുക എന്ന് വെച്ചാൽ ഇവിടെ കെട്ടുമ്പോൾ നമ്മളിവിടെ മിറ്റം കണക്ക് കൂട്ടിയിട്ട് ഒരു കണക്ക് സ്ഥലം കൂടുതലുണ്ടെങ്കിലും നമ്മൾ വീട് നിൽക്കുന്ന ഒരു ഏരിയ നമുക്കൊരു ബൗണ്ടറിയൊക്കെ തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു കെട്ട് ഇവിടെ കെട്ടും. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇതാണ് അപ്പോൾ നമ്മളെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാണ്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഭാഗത്തും കെട്ട് വരും. അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി മൂല വരും കേട്ടോ. പിന്നെ കരിങ്കല്ല് കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെ കെട്ടാം. അതല്ല നമ്മൾ സൈഡ് വാള് കൊടുക്കാതെ കാര്യം ചെയ്യാം. അങ്ങനെ കുറച്ച് ചിലവ് നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് ചിലവ് വരും. മറ്റേ സൈഡ് വാളാണെന്ന് വെച്ചാൽ കരിങ്കല്ലിനേക്കാൾ കൂടുതൽ ചിലവ് വരും. കുറച്ച് വീതി കെട്ടണം. കരിങ്കല്ലാണെങ്കിൽ വീതി കെട്ടണം. സൈഡ് വാളാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.